എല്ലാ പ്രിയപ്പെട്ട പഠിതാക്കൾക്കും റെസൊണൻസ് ദ സ്റ്റഡി സ്പോട്ടിൻ്റെ +1 തുല്യത ക്ലാസ്സിലേക്ക് സ്വാഗതം. Resonance, the study spot. ഇന്ന് നമ്മൾ പൊളിറ്റിക്കൽ സയൻസിൻ്റെ പാർട്ട് 1 ഏറ്റവും ആദ്യത്തെ പാഠമായിട്ടുള്ള ഭരണഘടന എന്തുകൊണ്ട് എങ്ങനെ എന്ന പാഠഭാഗമാണ് പഠിക്കാൻ വേണ്ടി പോകുന്നത്. നമ്മൾ 10ാം ക്ലാസ്സിൻ്റെ വലിയൊരു യാത്ര നമ്മൾ ഒരുമിച്ചായിരുന്നു. വീണ്ടും നമ്മൾ +1 യാത്ര ഒരുമിച്ച് പോവുകയാണ്. അപ്പോൾ നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കളെയും നമ്മൾ +1 കൂടി എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം അറിയിച്ചുകൊണ്ട് അവരെല്ലാവരെയും നമ്മുടെ ക്ലാസ്സിൻ്റെ അടിയിലേക്ക് കൊണ്ടുവരണം എന്നുള്ള കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. ഭരണഘടന, ആ വാക്കാണ് ഏറ്റവും ആദ്യം നമുക്കിതിൽ പഠിക്കാനുള്ളൊരു വാക്ക്. ഭരണഘടന. ഭരണഘടന എന്നാൽ എന്താണ്? അപ്പോൾ ഭരിക്കപ്പെടേണ്ട ഒരു ഘടന, ഏറ്റവും എളുപ്പത്തിൽ സംസാരിക്കുമ്പോൾ എഴുതപ്പെട്ടതോ എഴുതപ്പെടാത്തോ, ലിഖിതമോ അലിഖിതമോ ആയിട്ടുള്ള രീതിയിൽ ഭരണഘടനകളുണ്ട്. അത് നമ്മുടെ നാട്ടിൽ കാണുന്ന സ്ഥാപനങ്ങൾക്കുണ്ട്, നമ്മുടെ നാട്ടിലുള്ള സംഘടനകൾക്കുള്ളിലുണ്ട്, എന്തിനധികം നമ്മുടെ വീട്ടിൽ പോലും ഉണ്ട്. ഏറ്റവും എളുപ്പത്തിൽ പറയുമ്പോൾ ഒരു സംഘടനയുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മേഖലയിൽ പ്രവർത്തനം നിശ്ചയിക്കുന്ന ഒരു രീതിയെ ആണ് ഭരണഘടന എന്ന് നമ്മൾ പറയുന്നതെന്ന് പറയും. ഇൻട്രോ വലിച്ച് നീട്ടുന്നില്ല. നമ്മൾ ഇന്ത്യൻ ഭരണഘടനയും ആ ഭരണഘടന നമുക്ക് പകർന്നു നൽകുന്ന സൗകര്യങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ നിർമ്മാണത്തെക്കുറിച്ചും അതിലൊരു നിയമങ്ങൾ എങ്ങനെ വരും വളരെ ഇൻഡെപ്തായിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പോവാണ്, പഠിക്കാൻ വേണ്ടി പോവാണ്. ഏറ്റവും ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് ഭരണഘടനയുടെ ആവശ്യം എന്താണ്, ഭരണഘടനയുടെ ആവശ്യം എന്താണെന്നുള്ളതാണ്. ഇതിൽ 5 പോയിന്റുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. 5 പോയിന്റുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. 5ഉം പഠിച്ചോളൂ. അതിൻ്റെ എക്സ്പ്ലനേഷനുകളും ഞാൻ നൽകാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മളൊരു ചോദ്യം പരീക്ഷയ്ക്ക് എഴുതുന്ന സമയത്ത് അത് നീട്ടി വലിച്ച് നിങ്ങൾക്ക് എഴുതാൻ വേണ്ടിയിട്ട് സാധിക്കണം. അതിൽ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത്, ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഭരണഘടന ഏകോപനവും ഉറപ്പും നൽകുന്നു. ഭരണഘടന ഏകോപനവും ഉറപ്പും നൽകുന്നു. അപ്പോൾ 2 ഭാഗങ്ങളുടെ അതിൽ ഒന്ന് ഏകോപനം എന്ന് പറയുന്ന ഭാഗമാണ്, രണ്ടാമത്തെ ഉറപ്പ്. അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം. ഒരു സമൂഹത്തിൽ വ്യത്യസ്ത വീക്ഷണങ്ങളുള്ള ആളുകളാണ് ഉണ്ടാവുക. ജാതി, മതം, ഭാഷ, സാമ്പത്തികം, അങ്ങനെ ഓരോ ആളുകളെയും വ്യത്യസ്തരാക്കുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട്. ഇതെല്ലാം കൂടെ ഏകോപിപ്പിക്കുന്നതിൽ, ഇതെല്ലാം കൂടെ എല്ലാ ആളുകളും ബന്ധപ്പെടുന്ന ഈ സമൂഹത്തെ ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് നയിക്കുന്നതിൽ നമ്മുടെ ഭരണഘടനയ്ക്ക് ഏറെ പ്രാധാന്യമുണ്ട്. ഇനി അത് ഉറപ്പും നൽകുന്നുണ്ട്. ഏത് തരത്തിലേക്ക് ഉറപ്പ് വരിക എന്നുള്ളത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. കാരണം ഈ ഭരണഘടന എല്ലാവരും അനുസരിക്കുന്നുണ്ടെന്നും അത് അനുസരിക്കാത്തവർക്കുള്ള ശിക്ഷയും ആര് തന്നെ പറയുന്നുണ്ട്? ഭരണഘടന തന്നെ പറയുന്നുണ്ട്. സത്യത്തിൽ ചുരുക്കി പറയുകയാണെങ്കിൽ ഭരണഘടന സമൂഹത്തിലെ എല്ലാ ജനവിഭാഗങ്ങളെയും ഏകോപിപ്പിക്കുകയും എല്ലാവരും നിയമം അനുസരിക്കുമെന്നുള്ളത് ഉറപ്പ് വരുത്തുകയും ചെയ്യുന്നു എന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കും. അതിൽ രണ്ടാമത്തത് തീരുമാനമെടുക്കാനുള്ള അധികാരം വ്യക്തമാക്കുന്നു എന്ന് പറയുന്നതാണ്. അപ്പോൾ ജനാധിപത്യമായതുകൊണ്ട് തന്നെ ജനങ്ങളുടെ ഭരണമാണ്. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ജനങ്ങൾ തന്നെ തീരുമാനമെടുക്കുന്ന ഒരു രീതിയിലേക്ക് വരുമ്പോൾ ഏറ്റവും എളുപ്പത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആൾ കൂടിയാൽ പാമ്പ് ചാവില്ല. ഒരുപാട് വീക്ഷണങ്ങളുള്ള വ്യത്യസ്ത അഭിപ്രായമുള്ള ആളുകൾ വരുന്ന സമയത്തിന് അവിടെ ഒരു പ്രയാസം നമ്മൾ നേരിടും. അപ്പോൾ അതിനും പരിഹാരം ആര് പറയുന്നുണ്ട്? നമ്മുടെ ഭരണഘടന പറയുന്നുണ്ട്. ഈ പറയുന്ന എന്താ പറയുക, ഓരോ കാര്യങ്ങളും വിവിധ വിഷയങ്ങൾ വരുമ്പോൾ ആര് നിയമം ഉണ്ടാക്കണം, ആര് നിയമം നടപ്പിലാക്കണം, ആര് അത് വ്യാഖ്യാനിക്കണം എന്നുള്ള തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് ഭരണഘടന വ്യക്തമായിട്ട് നമുക്ക് എന്ത് തരുന്നുണ്ട്? ധാരണ തരുന്നുണ്ട്. ഏറ്റവും ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ്റിനാണ് ഭരണഘടന ഈ പറയുന്ന എന്താ പറയുക അധികാരം നൽകിയിട്ടുള്ളത് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കും. ഒരു സമൂഹത്തെ സംബന്ധിക്കുന്ന വിവിധ വിഷയങ്ങൾ തീരുമാനമെടുക്കാനുള്ള അധികാരം ആർക്കാണെന്ന് വ്യക്തമാക്കുകയാണ് ഭരണഘടനയുടെ നമ്മൾ ഈ പറയുന്ന രണ്ടാമത്തെ ചുമതല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കും. മൂന്നാമത്തെ പോയിന്റ്, ഗവൺമെൻറ്റിൻ്റെ അധികാരങ്ങൾക്ക് പരിധി നിർണ്ണയിക്കൽ. വളരെ അത്യാവശ്യം വേണ്ട ഒരു പോയിന്റ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പോയിന്റ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ തീരുമാനങ്ങൾ എടുക്കാനുള്ള അധികാരം ഗവൺമെൻറ്റിനാണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു.
പക്ഷേ ഇവരുടെ അധികാരങ്ങൾക്ക് ഒരു പരിധി നിർണ്ണയിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും അത് സ്വേച്ഛാധിപത്യ ഭരണത്തിലേക്ക് അത് എന്ത് ചെയ്യുന്നുണ്ടാവും, നയിക്കുന്നുണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഗവൺമെൻറ്റിൻ്റെ നിയമനിർമ്മാണം, അതേപോലെ അതിനെ വ്യാഖ്യാനിക്കൽ തുടങ്ങിയിട്ടുള്ള ഓരോ ഘടകങ്ങളാക്കിയിട്ട് അവരുടെ ചുമതലയെ നൽകിയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയല്ല, വേറെ ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഗവൺമെൻറ്റിനെ വിമർശിക്കുന്നത് ഉൾപ്പെടെയുള്ള വിവിധ അവകാശങ്ങൾ ഭരണഘടന ആർക്ക് നൽകുന്നുണ്ട്, ജനങ്ങൾക്ക് നൽകുകയും കൂടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് ഗവൺമെൻറ്റിന് എന്തൊക്കെ ചെയ്യാനുള്ള അധികാരങ്ങളുണ്ട് അല്ലെങ്കിൽ ഇല്ല എന്നുള്ളതിൻ്റെ പരിധി പോലും ഭരണഘടന എന്ത് ചെയ്യുന്നുണ്ട്, നിർണയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. നാലാമത്തത് സമൂഹത്തിൻ്റെ ലക്ഷ്യങ്ങളും അഭിലാഷങ്ങളും. ഓരോ സമൂഹത്തിൻ്റെയും ലക്ഷ്യങ്ങളും അഭിലാഷങ്ങളും നിർണ്ണയിക്കുന്നതും അത് നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള മാർഗരേഖകൾ വിവരിക്കുന്നതും അതത് രാഷ്ട്രങ്ങളുടെ ഭരണഘടനയിലാണ്. അങ്ങനെ നോക്കുന്ന സമയത്ത് സ്വാതന്ത്ര്യവും സമത്വപൂർണവുമായ ഒരു ജനാധിപത്യ മതേതര സോഷ്യലിസ്റ്റ് പരമാധികാര ക്ഷേമ രാഷ്ട്രം രൂപീകരിക്കുക തന്നെയാണ് ഇന്ത്യൻ സമൂഹത്തിൻ്റെ ലക്ഷ്യം. അപ്പോൾ ഇത്രയും വൈഡായിട്ട് പറയാൻ വേണ്ടി സാധിച്ചില്ലെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെയുള്ള ഏത് ഒരു ജനതയുടെയും അല്ലെങ്കിൽ രാഷ്ട്രത്തിൻ്റെയും അഭിലാഷങ്ങളും ലക്ഷ്യങ്ങളും നിർണ്ണയിക്കുക എന്ന് പറയുന്നത് അവിടുത്തെ ഭരണഘടനയുടെ അല്ലെങ്കിൽ ഭരണഘടനയിലൂടെയാണ് എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, പറയാൻ വേണ്ടിയിട്ട് സാധിക്കും. ജനതയുടെ മൗലിക വ്യക്തിത്വം കുറച്ച് പറയുമ്പോൾ ഒരു പക്ഷേ ഭയങ്കര ഡീപ്പായിട്ട് പോകേണ്ട ഒരു ടോപ്പിക്കാണ്. എന്നാലും നമുക്ക് വളരെ ക്യുക്കായിട്ട്, കാരണം നമുക്ക് അതിൻ്റെ പ്രധാനപ്പെട്ട പോയിൻറ്റ്സ് മതിയല്ലോ, നമുക്ക് വളരെ ക്യുക്കായിട്ടൊന്ന് നോക്കാം. ഓരോ ജനതയുടെയും മൗലിക വ്യക്തിത്വം എന്താണെന്ന് വ്യക്തമാക്കുന്നത് അതത് രാഷ്ട്രങ്ങളിലെ ഭരണഘടനയാണ്. അപ്പോൾ ഈ വ്യക്തി എന്ന് പറയുന്ന ഒരാളുടെ സവിശേഷതകളെ അല്ലെങ്കിൽ പ്രവർത്തന ശൈലിയൊക്കെയാണ് നമ്മൾ വ്യക്തിത്വം എന്ന് വിളിക്കുന്നത്. അത്തരത്തിലുള്ള വ്യക്തികളാൽ നിർമ്മിക്കപ്പെട്ടതാണ് സമൂഹം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു സമൂഹത്തിനുണ്ടാവേണ്ട മൗലിക വ്യക്തിത്വത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. അപ്പോൾ അതിൽ പെട്ടെന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ഇന്ത്യയും ചൈനയും എടുക്കുക എന്നുള്ള രണ്ട് രാജ്യങ്ങൾ എടുക്കാം. ഇന്ത്യ ഒരു മതേതര രാഷ്ട്രമാണ്, ചൈന എന്ന് പറയുന്നത് ഒരു മതരഹിത രാഷ്ട്രമാണ്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ എന്താ പറയുക, മൗലികമായിട്ടുള്ള വ്യക്തിത്വവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. ഭരണഘടനയുടെ ആധികാരികത. ഒരു സമൂഹത്തിൽ ഒരു ഭരണഘടനയ്ക്ക് ലഭിക്കുന്ന സ്വീകാര്യതയെയാണ് നമ്മൾ ആധികാരികത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് ഞാൻ പറയുന്ന ടോപ്പിക്ക് കൺഫ്യൂഷൻ ആവരുത്. ഭരണഘടനയെ ആധികാരികമാക്കുവാൻ സഹായിക്കുന്ന ഘടകങ്ങളാണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. ഇതുപോലെ വളരെ സിമിലർ ആയിട്ടുള്ള ടോപ്പിക്കാണ് ഇന്ത്യൻ ഭരണഘടനയെ ആധികാരികമാക്കുന്ന ഘടകങ്ങൾ. മാറിപ്പോരുത്. ഒരു ഭരണഘടന, ഏതൊരു ഭരണഘടനയും ആധികാരികമാക്കുന്നത് സഹായിക്കുന്ന ഘടകങ്ങളാണ്. മാറിപ്പോരുത്. രണ്ടും നമ്മളുടെ വിലയിരുത്തൽ ചോദ്യങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ അവസാന പേജുകളിലേക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ രണ്ടും നമ്മൾ പഠിക്കേണ്ടതാണ്. അപ്പോൾ ആദ്യത്തേത് അതിലെ പ്രഖ്യാപന രീതി എന്ന് പറയുന്നതാണ് അതിലെ ഫസ്റ്റ് പോയിന്റ്. പ്രഖ്യാപന രീതി. ഭരണഘടന എന്ന് പറയുന്നത് എപ്രകാരമാണ് നിലവിൽ വന്നത് എന്നുള്ളതിനെക്കുറിച്ചാണ് ശരിക്കും പ്രഖ്യാപന രീതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാരണം ആര് നിർമ്മിച്ചു, എങ്ങനെ നിർമ്മിച്ചു. കാരണം തീർച്ചയായിട്ടും ഒരു ജനാധിപത്യ രാഷ്ട്രത്തിലെ ഭരണഘടന ഉണ്ടാക്കേണ്ടത് അവിടുത്തെ ജനങ്ങളാണ്. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളത്. അതിന് ഉത്തമ ഉദാഹരണമായിട്ട് നമുക്ക് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയെ പറയാൻ വേണ്ടിയിട്ട് സാധിക്കും. രണ്ടാമത്തത് ഭരണഘടനയിലെ മുഖ്യ വ്യവസ്ഥകളെക്കുറിച്ചാണ് പറയുന്നത്. അതിൻ്റെ ഉള്ളിലെ ഭരണഘടനയ്ക്കുള്ളിലെ ഉള്ളടക്കത്തെയാണ് നമ്മൾ സത്യത്തിൽ വ്യവസ്ഥകൾ എന്ന് വിളിക്കുന്നത്. പറഞ്ഞു വരുന്ന സമയത്ത് ഒരു സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങൾക്കും സ്വീകാര്യമായ വ്യവസ്ഥകളുണ്ടായിരിക്കണം. പൗരന്മാരുടെ സ്വാതന്ത്ര്യം, സമത്വം, ക്ഷേമം മുതലായവ. അതുപോലെ തന്നെ പ്രത്യേക പരിഗണന അർഹിക്കുന്നവർക്ക് അത് നൽകുന്നതിനുള്ള വ്യവസ്ഥ ഭരണഘടനയിൽ നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കേണ്ട ആവശ്യകതയുണ്ട്. ഇനി അതുപോലെ തന്നെ സന്തുലിത സ്ഥാപന രൂപരേഖ. ഇപ്പോൾ ഭരണഘടനയിലെ ചില വ്യവസ്ഥകളും അത് നേടിയെടുക്കുന്നതിന് വേണ്ടി രൂപീകരിച്ച സ്ഥാപനങ്ങളും. പെട്ടെന്നൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ തിരഞ്ഞെടുപ്പ് നടത്തുന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്, നിയമനിർമ്മാണം നടത്തുന്നത് നിയമനിർമ്മാണ സഭയാണ്. അപ്പോൾ ഇത്തരം സാധ്യതകൾ കൂടെ മുൻനിർത്തിക്കൊണ്ടാണ് നമ്മളൊരു ഭരണഘടനയെ ആധികാരികമാക്കുവാൻ സഹായിക്കുന്ന ഘടകങ്ങൾ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. ഏറെ ബന്ധപ്പെട്ട ടോപ്പിക്കാണ് അടുത്തത്. ഇന്ത്യൻ ഭരണഘടനയെ ആധികാരികമാക്കുന്ന ഘടകങ്ങൾ ഏവ? ഇതും നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ. അപ്പോൾ രണ്ടും തമ്മിൽ മാറിപ്പോരും. നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഈ പറഞ്ഞിട്ടുള്ള ടോപ്പിക്കിനൊന്ന് നോക്കാം.
ഈ ടോപ്പിക്കിലേക്ക് വരുന്ന സമയത്ത് തന്നെ നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സബ് ക്വസ്റ്റ്യൻ പഠിക്കാനുണ്ട് കേട്ടോ. അതും വളരെ പ്രധാനപ്പെട്ടിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. നോക്കി നോക്കൂ, അതിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് ഭരണഘടനാ നിർമ്മാണ സഭയെ ആധികാരികമാക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ള ഒരു ചോദ്യം ഉണ്ട് അവിടെ. ഈ ഭരണഘടനാ നിർമ്മാണ സഭ എന്ന് പറയുന്ന അതിലുള്ള 3 പോയിന്റ്, ആ സബ് പോയിന്റും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ക്വസ്റ്റ്യനാണ്, അതുകൂടെ നോക്കണം. അപ്പോൾ ഒരു ഭരണഘടനാ നിർമ്മാണ സഭയെ ആധികാരികമാക്കുന്ന ഘടകങ്ങൾ, അവിടെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ രൂപീകരണം, ഘടനയും അംഗങ്ങളെ തിരഞ്ഞെടുത്ത രീതി, വിചിന്തന തത്വം, അതേപോലെ നടപടിക്രമങ്ങൾ, ഈ 3 ഇതിലേക്കൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വരും. പക്ഷേ അങ്ങനെ ഒരു ചോദ്യം വേണമെങ്കിൽ അവിടെ ചോദിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. ആ ഒരു 3 പോയിന്റുകൾ നിങ്ങൾക്ക് എഴുതാൻ വേണ്ടി പാകത്തിലുള്ള ടോപ്പിക്കിലേക്ക് നമ്മൾ ഉള്ളിലേക്ക് പോകണം. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയെ ആധികാരികമാക്കുന്ന ഘടകങ്ങളിൽ ഏറ്റവും ആദ്യത്തെ നമുക്ക് പറയാനുള്ളത് ഭരണഘടനാ നിർമ്മാണ സഭ എന്ന് പറയുന്ന പോയിന്റാണ്. അപ്പോൾ നമ്മുടെ ഭരണഘടനയുടെ ശില്പി എന്ന് പറയുന്ന അല്ലെങ്കിൽ എന്നറിയപ്പെടുന്നത് ഡോക്ടർ BR അംബേദ്കറാണ്. അങ്ങനെ നമ്മൾ പറയുന്നതിൻ്റെ അർത്ഥം അദ്ദേഹം ഒറ്റയ്ക്കാണ് ഈ ഭരണഘടന നിർമ്മിച്ചത് എന്നാണ് പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. സത്യത്തിൽ ഒരു വ്യക്തിയല്ല, ഇന്ത്യൻ ജനതയുടെ പ്രതിനിധികൾ മാത്രം ഉൾക്കൊണ്ട ഒരു ഭരണഘടനാ നിർമ്മാണ സഭയാണ് നമ്മുടെ ഭരണഘടന നിർമ്മിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി അതിൽ ഓരോ ഇന്നർ ടോപ്പിക്കിലേക്ക് നമുക്ക് പോകാം. ഈ പറയുന്ന ഭരണഘടനാ നിർമ്മാണ സഭയെ ആധികാരികമാക്കുന്ന ഘടകങ്ങൾ, അതിലൊന്നാമത്തത് ഭരണഘടനാ നിർമ്മാണ സഭയുടെ രൂപീകരണവും ഘടനയും അംഗങ്ങളെ തിരഞ്ഞെടുത്ത രീതിയുമാണ്. ഈ അംഗങ്ങളെ തിരഞ്ഞെടുത്ത രീതി എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഇന്നിപ്പോൾ നമ്മുടെ ഒരു പഞ്ചായത്ത് തല തിരഞ്ഞെടുപ്പിലോ അല്ലെങ്കിൽ ഒരു MLA തിരഞ്ഞെടുപ്പിലോ എല്ലാവർക്കും വോട്ടവകാശം ഉണ്ടായിരുന്ന ഒരു രീതി ആയിരുന്നില്ല അത്. അങ്ങനെയാണത് ഏറ്റവും എളുപ്പത്തിൽ നമ്മൾ പറയുന്ന സമയത്ത്. അന്ന് അതിനുള്ള വോട്ടവകാശം ഉണ്ടായിരുന്ന ആളുകൾ എന്ന് പറയുന്നത് വളരെ കുറച്ച് ആളുകൾ മാത്രമാണ്. നമ്മുടെ ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യയിലെ നിയമസഭാ അംഗങ്ങൾക്കും അതുപോലെ തന്നെ ഇന്ത്യയിലെ രാജാക്കന്മാരുടെ നിയന്ത്രണത്തിലായിരുന്ന നാട്ടുരാജ്യങ്ങളിലെ പ്രതിനിധികൾക്കും മാത്രമായിരുന്നു അന്ന് എന്ത് ചെയ്തിരുന്നതിലേക്കുള്ള വോട്ടവകാശം നൽകിയിട്ടുണ്ടായിരുന്നത്. രണ്ടാമത്തെ പോയിന്റിലേക്ക്, വിചിന്തന തത്വം. നമ്മുടെ സഭ വ്യക്തി താല്പര്യങ്ങൾക്ക് വഴങ്ങാതെ ചർച്ചയുടെയും സംവാദത്തിൻ്റെയും അടിസ്ഥാനത്തിൽ കൂട്ടായ പൊതു താല്പര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചുവോ എന്നാണ് നമ്മളിവിടെ പരിശോധിക്കേണ്ടതായിട്ടുള്ളത്. ഭരണഘടനാ നിർമ്മാണ സഭ വാസ്തവത്തിലൊരു സംവാദവേദി തന്നെയായിരുന്നു. അത് ഭരണഘടനാ നിർമ്മാണ സഭയിലെ സംവാദ റിപ്പോർട്ടുകൾ അതാണ് സൂചിപ്പിക്കുന്നത്. സഭയിലെ അംഗങ്ങൾക്ക് പല കാര്യങ്ങളിലും ശക്തമായ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരുന്നു. ഈ അഭിപ്രായ ഭിന്നതകൾ അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ എന്ന് പറയുന്നത് ഒരിക്കലും സ്വകാര്യ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നില്ല എന്നുള്ളതും നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ട് വരുന്നു. കാരണം രാഷ്ട്രീയ താല്പര്യങ്ങളല്ല കേട്ടോ, വാക്ക് ശ്രദ്ധിക്കേണ്ട, രാഷ്ട്ര താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനും ഏറ്റവും ഉചിതമായ മാർഗങ്ങൾ കണ്ടെത്തുന്നതിനുമായിരുന്നു. അതിന് നമുക്ക് പൊതുയുക്തി എന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഈ സംവാദങ്ങളുടെ അടിത്തറ അല്ലെങ്കിൽ ആകത്തുകയെ നമുക്ക് വിളിക്കാൻ വേണ്ടി പറ്റുന്ന രീതിയിലേക്ക്. അത്തരത്തിൽ ഒരു വ്യവസ്ഥ യാതൊരുവിധ പ്രതിവാദവും കൂടാതെ അംഗീകരിക്കപ്പെട്ടിട്ടുള്ളത് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം നടപ്പിലാക്കണമെന്ന വ്യവസ്ഥയായിരുന്നു. അതും ഇതിനൊരു അഡീഷണൽ ഒരു പോയിന്റ് പോലെ നിങ്ങൾക്ക് എഴുതി ചേർക്കാവുന്നതേ ഉള്ളൂ. എല്ലാ മേജർ പോയിൻറ്റ്സിൻ്റെയും താഴേക്ക് വളരെ ചെറിയ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനുള്ള കീ പോയിൻറ്റ്സ് മാത്രമാണ് എന്ത് ചെയ്യുന്നത്, പറഞ്ഞു വെക്കുന്നത്. ഈ നടപടിക്രമങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സഭയുടെ പ്രവർത്തനം സുഗമമായി നടത്തിക്കൊണ്ടുപോകുന്നതിന് വേണ്ടി സ്വീകരിച്ച നടപടികളെയാണ്. സഭയുടെ നടപടിക്രമങ്ങൾ ഇവിടെ പരാമർശിക്കപ്പെടുന്നത് കമ്മിറ്റികളുടെ രൂപീകരണമാണ്. സഭയുടെ വിപുലമായ ചുമതലകൾ നിർവഹിക്കുന്നതിന് കമ്മിറ്റികൾ അത്യാവശ്യമാണ്. അപ്പോൾ ഇതിൽ ഈ കമ്മിറ്റികൾ എന്ന് പറയുമ്പോൾ ഏതാണ്ട് 8ഓളം കമ്മിറ്റികളാണ് സഭയ്ക്ക് ഉണ്ടായിരുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു കമ്മിറ്റിയുടെ പേര് മാത്രം ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കാൻ നമുക്ക്, നമ്മുടെ ഭരണഘടന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെക്കുറിച്ച് ജസ്റ്റ് ഒന്ന്, അതിൻ്റെ അധ്യക്ഷനായിരുന്നു നമ്മൾ പറയുന്ന ഡോക്ടർ BR അംബേദ്കർ. നമ്മുടെ ഭരണഘടനയുടെ ശില്പി എന്ന് നമ്മൾ വിളിക്കുന്നതും അദ്ദേഹത്തെയാണ്. അപ്പോൾ ആ ഒരു പോയിന്റ് മാത്രമാണ് അവിടെ ഇനി എന്ത് ചെയ്യാനുള്ളത്, നമുക്ക് നോക്കാനുള്ളത്. ദേശീയ പ്രസ്ഥാനത്തിൻ്റെ പൈതൃകം, അടുത്ത ടോപ്പിക്കാണ് ദേശീയ പ്രസ്ഥാനത്തിൻ്റെ പൈതൃകം. സുദീർഘമായി നടന്ന നമ്മുടെ ദേശീയ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൽ നിന്നും ഭരണഘടനയ്ക്ക് എന്തു ലഭിച്ചു എന്നുള്ളതാണ് ഈ പോയിന്റുമായി ബന്ധപ്പെട്ട് നമ്മൾ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്. 1946 ഡിസംബറിൽ സഭയുടെ പ്രഥമ സമ്മേളനങ്ങളിൽ
ജവഹർലാൽ നെഹ്റുവാണ് ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത്. ഈ പ്രമേയത്തെ അടിസ്ഥാനമാക്കിയാണ് ഇന്ത്യൻ ഭരണഘടന 3 പോയിന്റുകൾ ഇട്ടു. സമത്വം, സ്വാതന്ത്ര്യം, ജനാധിപത്യം, പരമാധികാരം. 4 പോയിന്റ്. സമത്വം, സ്വാതന്ത്ര്യം, ജനാധിപത്യം, പരമാധികാരം എന്നീ ആശയങ്ങൾ ഉൾക്കൊണ്ടത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ പൈതൃകത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് ഞാൻ ഈ പറഞ്ഞിട്ടുള്ള 4 സബ് പോയിന്റുകൾ കൂടെ നിങ്ങൾ ചേർക്കാൻ വേണ്ടിയിട്ട് ഓർക്കണം. അടുത്ത പറയാനുള്ളത് സ്ഥാപനപരമായ ക്രമീകരണങ്ങളാണ്. കാരണം എല്ലാം കൂടി ഒരൊറ്റ സ്ഥാപനം നടത്തുന്ന ഒരു രീതിയിലല്ല നമ്മുടെ ഇവിടെ ഉള്ള രീതികൾ. അത് അധികാര കേന്ദ്രീകരണം തടയുന്നതിന് വേണ്ടിയിട്ടാണ്, അധികാര വിഭജനത്തിന് വേണ്ടിയിട്ട്, അതേപോലെ കാര്യനിർവഹണത്തിന് വേണ്ടി. അപ്പം പല രീതിയിൽ നമുക്കതിനെ വ്യാഖ്യാനിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ചുരുക്കത്തിൽ ഭരണ സൗകര്യത്തിനും അധികാര വിഭജനത്തിനും വികേന്ദ്രീകരണത്തിനും വേണ്ടി വിവിധ സ്ഥാപനങ്ങളും വ്യവസ്ഥകളും ഉണ്ടാക്കുകയും അവയെല്ലാം ഒരു എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്നതിനുള്ള സാഹചര്യം നമ്മുടെ ഭരണഘടനാ ശില്പികൾ ഒരുക്കി എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള സ്ഥാപനപരമായ ക്രമീകരണങ്ങൾ നമ്മുടെ ഭരണഘടനയെ സജീവവും ഫലപ്രദവുമായി പ്രവർത്തനക്ഷമമാക്കി തീർക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതും വ്യത്യസ്ത രീതിയിലുള്ള സ്ഥാപനങ്ങളും അതുമായി ബന്ധപ്പെട്ടുള്ള നിയമ നടപടികളും എല്ലാം രൂപീകരിക്കുന്നതും അതിനൊരു യന്ത്രത്തിൻ്റെ പോലെ വളരെ സുഗമമായ പ്രവർത്തനത്തിനുമുള്ള രേഖകൾ വരെ നമ്മുടെ ഭരണഘടന നിർമ്മിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ഭരണഘടന നിർമ്മിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. സത്യത്തിൽ നമ്മുടെ പാഠഭാഗത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളെല്ലാം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനോട് മുമ്പ് ഞാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം നിങ്ങൾ ഓർമ്മിപ്പിക്കാൻ മറന്നുപോയി. ഞാൻ ഈ കാണുന്ന വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങളുടെ +1 പഠന സഹായ ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനുള്ള ലിങ്കും, അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ക്ലാസ്സിൻ്റെ നമ്മളെ സ്ലൈഡുകൾ, ഈ ഷോർട്ട് നോട്ടുകൾ ഡൗൺലോഡ് ചെയ്തെടുക്കാനുള്ള ഒരു ലിങ്കും കൂടെ താഴ്ത്ത് കൊടുക്കാം. നിങ്ങൾ അതിൽ ജോയിൻ ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്തെടുത്തോളൂ. രണ്ടും സെപ്പറേറ്റ് ലിങ്ക് ആയിട്ടാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ തന്നെ വളരെ വ്യക്തമായിട്ട് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ചാപ്റ്റർ തീർന്നിട്ടുണ്ട്, എന്നാലും ലാസ്റ്റത്തെ ഒരു പോയിന്റും കൂടെ. അപ്പോൾ ഇതൊന്നും നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാൽ മതി. മറ്റു രാജ്യങ്ങളുടെ ഭരണഘടനകളിൽ നിന്ന് ഇന്ത്യ കടം കൊണ്ട വ്യവസ്ഥകൾ അല്ലെങ്കിൽ ആശയങ്ങൾ ഏതാണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ഇവിടെ നോട്ട് ചെയ്തിട്ടുണ്ട്. അത് 1, 2, 3, 4 ഒരു 5 ഭരണഘടനയിൽ നിന്നും നമ്മൾ സ്വീകരിച്ചിട്ടുള്ള സാധനങ്ങൾ നോക്കി വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ അത് നോക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എത്ര കണ്ട് സമയം കുറച്ച് ക്ലാസ് എടുക്കാൻ വേണ്ടി പറ്റും അത്രയും പരമാവധി ശ്രദ്ധിച്ചിട്ടുണ്ട്. സോ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും തീർത്തും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് നമ്മളുടെ ക്ലാസ്സുകൾ അയച്ചു കൊടുക്കാനും ഓർക്കണം. താങ്ക് യു സോ മച്ച്.